ജീവിതത്തിന്റെ നല്ലൊരു പങ്കും അധ്വാനിച്ച് കുടുംബം നോക്കിയും മറ്റുള്ളവരുടെ ബാധ്യതകൾ ഏറ്റെടുത്തും ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കാം. 55 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 58 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, നമ്മൾ റിട്ടയർമെന്റിലേക്ക് എത്തി. ഇനി നമ്മളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ശരീരം ദൃഢമുള്ളതും ആരോഗ്യമുള്ളതുമായിരിക്കും. കാരണം നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസിന്റെ സ്ട്രെങ്തിന് കുറഞ്ഞു വരും, എല്ലുകളുടെ ബലം കുറഞ്ഞു വരും, നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം കുറഞ്ഞു വരും. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സംഗതിവശാൽ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് സാധിക്കാതെ ഇപ്പോൾ ഒരു 50, 55, 60 വയസ്സുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശിഷ്ടകാലം നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം. നമ്മളുടെ ശരീരത്തിന്റെ മസിൽസിന്റെ ബലം കുറയുമ്പോഴാണ് നമ്മളുടെ എല്ലുകൾക്ക് കൂടുതൽ ലോഡ് വരികയും എല്ലുകൾക്ക് ബലക്കുറവുണ്ടാവുകയും ചെയ്യുന്നത്. അതിന് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മസിലുകളെ ബലപ്പെടുത്തുന്ന വർക്കൗട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിലെ ആളുകളുടെ ഒരു ധാരണ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ജിമ്മിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന, എൻ്റെ അടുത്ത് വരുന്ന നൂറുകണക്കായ ആളുകളെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ആളുകൾ ആദ്യം ധരിക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാണ്. ഈ അടുത്ത് ഉണ്ടായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ റിട്ടയർഡ് ആയതിനു ശേഷം അവർ ഈ ചാലക്കുടിയിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അവർ വളരെ ഭയത്തോടു കൂടിയാണ് ഈ ജിമ്മിലേക്ക് വന്നത്. എനിക്ക് ജിം വർക്കൗട്ടൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ഭയത്തോടു കൂടിയാണ് അവർ വന്നത്. അവരുടെ മക്കളൊക്കെ നല്ല നിലയിലാണ്. അപ്പൊ ആ ലേഡി ആദ്യം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഒരു ദിവസം ജിമ്മ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞു, ചെയ്ത് നോക്കിയോളൂ. ഒരു ദിവസം ചെയ്ത് അവർക്ക് ഇഷ്ടമായി. എപ്പോഴും അവർക്കൊരു ആശങ്ക. അവർ ചോദിച്ചു, ഞാൻ ഒരാഴ്ച ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പൈസ തന്നാൽ മതിയോ? ഞാൻ പറഞ്ഞു, മതി, നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ലേഡി ഒരു 2 മന്ത്സോളായി ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് പാകമാകാതെ മാറ്റി വെച്ചിരുന്ന ഡ്രസ്സൊക്കെ അവർ വളരെ സന്തോഷത്തോടെ എടുത്തു പോണേ. കഴിഞ്ഞ ആഴ്ച അവർ തായ്ലാൻഡ് ടൂർ പോയി വന്നു. വളരെ സന്തോഷവതിയാണ്. നമ്മൾക്ക് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് വരുന്ന ഒരു മെന്റലി സ്ട്രെസ് ഉണ്ട്. പ്രത്യേകിച്ച് മെനോഫസ് ആവുന്ന ലേഡീസിന് വരുന്ന ഒരു മെന്റലി സ്ട്രെസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിലീഫ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ജിമ്മാണ്. നിങ്ങൾ വീടിനടുത്തുള്ള ഒരു ജിമ്മിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം ചെല്ലേ. അവിടുത്തെ ട്രെയിനറുമായി സംസാരിച്ച് നിങ്ങളൊരു വർക്കൗട്ട് പാറ്റേൺ സെറ്റ് ചെയ്യുക. ഒന്നുമില്ല, നിങ്ങൾ ചെന്നാൽ മാത്രം മതി. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ ധാരണ, മലയാളികളുടെ പൊതുവുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വയറ് കുറയ്ക്കുക എന്നുള്ളതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആക്ച്വലി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും വയറിന്റെ ഷേപ്പും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് വയറ്റിലാണെന്ന് മാത്രം. പക്ഷെ നമുക്ക് വയറിന്റെ ഷേപ്പൊന്നല്ല, ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കുക. ആദ്യം നിങ്ങൾ ഒരു ജിമ്മിലേക്ക് വെറുതെ പോവുക. അവിടെ ചെന്ന് കുറച്ചു നേരം വർദ്ധനം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവും. ചുമ്മാ ജിമ്മ് വിസിറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങളൊരു ശീലമാക്കി വെക്കുക. അതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ചുമ്മാ ജിമ്മുകളൊന്നും വിസിറ്റ് ചെയ്യുക. ജിമ്മ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം തോന്നും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും ജിം വർക്കൗട്ടുകൾ. കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ആസ്ട്രം മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൽ അതിന്റെ 100 കിടക്കകളുള്ള ഒരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി കുറെ ആളുകളൊക്കെ വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ആ ഹോസ്പിറ്റലുകാര് എറണാകുളം നഗരത്തിൽ മുഴുവൻ ഉയർത്തിയ ഒരു പരസ്യ ബോർഡുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നു കൊണ്ടാണ് ഞങ്ങൾക്ക് 100 കിടക്കുള്ള ഒരു ബ്ലോക്ക് പണിയേണ്ടി വന്നത്. നാണക്കേടല്ലേ നമുക്കത്? നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പണിയേണ്ടി വന്നതാണെന്ന് അവരുടെ പരസ്യം. നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ആരോഗ്യത്തോടെ ആരോഗ്യം ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അധികം കയറി ഇറങ്ങേണ്ടി വരില്ല എന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഏറ്റവും തിരക്കുള്ള സ്ഥലം ഇന്ന് ഹോസ്പിറ്റലുകളാണ്. അറിയാലോ, ഒരു സിനിമ പുതിയത് റിലീസ് ചെയ്ത പോലത്തെ ഒരു പ്രതീതിയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന. അമ്മാതിരി തിരക്കാണ്. മെഡിക്കൽ കോളേജിലാകട്ടെ, കേരളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആസ്ട്രം മെഡിസിറ്റി അതുപോലുള്ള ഹോസ്പിറ്റലാണെങ്കിലും അവിടെ ഭയങ്കര തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും തിരക്കുണ്ടാവേണ്ട സ്ഥലങ്ങളും ജിമ്മുകളാണ്, വർക്കൗട്ട് സെന്ററുകളാണ്, എക്സസൈസ് കേന്ദ്രങ്ങളാണ്. കാരണം നമ്മൾ ആരോഗ്യം പരിപാലിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആളുണ്ടാവില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല ഒരു പരിധി വരെ.
അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള ആളുകൾ ഒരു 50, 55, 60 വയസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ജിമ്മ് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യും. ഇഷ്ടംപോലെ സമയം നമുക്ക് ബാക്കിയുണ്ടാവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ദിവസത്തിൽ 1 മണിക്കൂർ എൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, എൻ്റെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കും. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സ്വന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മരണം വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. ഒരു സ്റ്റെപ്പ് വെച്ചോളൂ. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജിമ്മ് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. താങ്ക് യു.